ഹായ് ഹലോ വെൽക്കം ടു ദി ഗാലറി ഓഫ് റോബീറ്റ. ഞങ്ങൾ ഇന്നൊരു ഡേ ട്രിപ്പിന് പോകണയാണ്. ലണ്ടനിൽ നിന്നൊരു 1.5 hours റൈഡ് ഉണ്ട്. കാൻറ്റംബറി എന്ന സ്ഥലത്തിൻ്റെ പേര്. യാത്രാ വിവരങ്ങളൊക്കെ യാത്രക്കടയിൽ പറഞ്ഞു പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേ. എയർബിഎൻബി ആണ്. ഞങ്ങളുടെ റൂമും പരിപാടികളൊന്നും കാണിക്കുന്നില്ല. കൂടുതലും പുറത്തുള്ള കാഴ്ചകളാണ് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടുത്ത് ചെറിയൊരു പടിയുണ്ട്. ഞങ്ങൾ നാളെ മോർണിംഗ് പോകുമ്പോൾ ഒന്ന് കാണാൻ പ്ലാൻ ഉണ്ട്. നാളെ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോട്ടെ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. ഇതുമിട്ട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ആ സ്റ്റെപ്പ് കാണാൻ പോണെയാണ്. ഇവിടെയാണ് ആ സ്റ്റെപ്പ്. ഞങ്ങൾ ഓർത്ത് ഇതിൻ്റെ അപ്പുറത്ത് വലിയ കുറച്ച് കാഴ്ചകൾ ഉണ്ടാവുന്നു, പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണിക്കാനില്ല. സോ ഈ ഒരു വഴി ഞങ്ങളിപ്പം പോര്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്നൊരു 10 മിനിറ്റ് യാത്ര കഴിഞ്ഞ് കാൻറ്റംബറി മെയിൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഒരു പബ്ലിക് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് ഈ ഒരു ലൊക്കേഷനൊക്കെ ഒന്ന് കാണാനുള്ള പ്ലാനിലാണ്. കാഴ്ചകൾ കാണുന്ന പോലെ അഭിനയിക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അൻറ്റൂസ് പോലും കാണാത്തൊരു കാഴ്ച ഞാൻ കണ്ടു. നോക്കൂ, താഴെ ഒരു ബോഡി. ഇതൊരു മൺപ്രതിമയാണ്. ഇതിൻ്റെ പിന്നാമ്പുറ ചരിത്രം എന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ കിടക്കണ കാണാൻ കൊള്ളാം. കെൻ്റ് എന്ന സ്ഥലത്തെ അതിമനോഹരമായ ഒരു ഹിസ്റ്റോറിക്കൽ ടൗണാണ് കാൻറ്റർബറി. ഈ കഥകളും ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു സ്ഥലം കാണാൻ പോകുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ട്. ആ ഒരു ഹൈ ഞങ്ങൾക്കില്ല, കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നോർത്ത് മാത്രം ഇറങ്ങിയൊരു യാത്രയാണത്. അതുകൊണ്ട് കഥകൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ഞങ്ങൾ നിന്നില്ല. പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം നോക്കി കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇരിക്കാമെന്നോർത്ത് ഞങ്ങൾ ഈ സ്പോട്ടിലേക്ക് ഇറങ്ങി. ഇവിടെ ബോട്ടിങ് ഒരു ഹൈലൈറ്റായിട്ട് തോന്നി. ഒരുപാട് പേര് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് ഈ ഒരു തടാകത്തിലൂടെ. ഇതുപോലെ ബോട്ടിംഗ് എടുത്താലോ എന്ന് ആദ്യം ചിന്തിച്ചു. പിന്നെ ഓർത്തു, വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടിരിക്കാനും മരത്തിൽ ഇതുപോലെ പിടച്ചു കയറാനും ടിക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. കണ്ടു കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളുടെയും ഓർമ്മകൾ സൂക്ഷിക്കാൻ ഫോട്ടോഗ്രാഫ് എന്ന പോലെ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റും കളക്ട് ചെയ്യണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഒരു കടയിൽ കയറി ഫ്രിഡ്ജ് മാഗ്നറ്റിക് സുവനീറിൻ്റെ അന്വേഷണത്തിലാണ്. അൻറ്റോസിന് ഇതുപോലത്തെ ചെറിയ ഒബ്ജക്റ്റുകളൊക്കെ കളക്ട് ചെയ്യാനും കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഓക്കെ, സംഭവം കൊള്ളാം. പാക്ക് ചെയ്തോളൂ. അങ്ങനെ സുവനീറും വാങ്ങിച്ച് അൻറ്റൂസിൻ്റെ കൈ ഓടിപ്പോയി പിടിച്ചു. നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇനി. അതിനു വേണ്ടിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. UK-ലെ തെരുവുകളിലും ട്രെയിൻ, ട്രാം, ട്യൂബ് സ്റ്റേഷനുകളിലെല്ലാം ഇതുപോലെ ഇൻസ്ട്രുമെൻറ്റുകൾ വായിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തിരച്ചിലുകൾക്കൊടുവിൽ ഒരു ലെബനീസ് കുസിൻ കണ്ടുപിടിച്ചു. ഇനി ബാക്കി കാഴ്ചയും ഭക്ഷണവും അവിടെ.
ഇവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് അവസാനം ഫുഡെത്തി. കണ്ടാൽ ഇത് കറിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ പോലെ തോന്നും, പക്ഷെ അല്ല. ഇത് ലെബനീസ് മിക്സ് ഗ്രില്ലാണ്. മിക്സ് ഗ്രില്ല് ഓർഡർ ചെയ്ത ഞങ്ങളുടെ മനസ്സ് ഇത് കണ്ടപ്പോൾ ആദ്യമൊന്ന് തളർന്നെങ്കിലും ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ സംഭവം കൊള്ളാം. അങ്ങനെ ഫുഡടി കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോയി. 12-15 സെഞ്ചുറിയിൽ പണിത ഒരു കത്തീഡ്രലാണിത്. ഇന്നും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈൻസും കണ്ടു നിന്ന് പോകും. This is Dover. എന്തിനാ ഞാൻ പറഞ്ഞറിയോ? ഈ സ്ഥലം ഏതാന്ന് കൺഫ്യൂഷൻ ആവുന്നു. അതെ, ഇനി ഡോവറിലേക്ക് പോകാം. ഇത് വലിയ പ്ലാനൊന്നും ഇല്ലാത്തൊരു യാത്രയാണ്. ഞങ്ങളൊരു പള്ളി അന്വേഷിച്ച് പോയതാണ്, പക്ഷേ അത് പൂട്ടിയത് കൊണ്ട് അതിനടുത്തുള്ള ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് പോകാമെന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഡോവർ കണ്ടു. അതെ, ഇനി ഡോവറിലേക്ക് പോകാം. ഇങ്ങനെ വെച്ചിട്ട് നടക്കാം. അങ്ങനെ ഞങ്ങൾ ഡോവറിലെത്തിയപ്പോഴേക്കും ഒരു കാഴ്ച കൊണ്ടു. നമ്മുടെ ഈ ടവർ ബ്രിഡ്ജ് പോലെ ബോട്ടുകളുടെ വരവനുസരിച്ച് താഴുകയും പൊങ്ങുകയും ചെയ്യുന്ന ഒരു പാലം. ആ പാലം ക്രോസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ക്യൂ ആണത്. ഞങ്ങളും അവിടെ കാത്തിരുന്നു. അതിലൂടെ കടന്നു വേണം അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. അതൊരു ബീച്ചാണ്. അങ്ങനെ ഒരുപാട് സമയം ഈ കടൽ തീരത്ത് സ്പെൻഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് ലണ്ടനിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഈ കടലിനപ്പുറത്ത് ഫ്രാൻസ് ആണെന്ന്. ഡോവറിൻ്റെ പല ഭാഗങ്ങൾ എത്തുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ വെൽക്കം ടു ഫ്രാൻസ് എന്ന് വരെ എഴുതി കാണിക്കും. പെട്ടി പാക്ക് ചെയ്തു. തിരിച്ച് ഇനി ലണ്ടനിലേക്ക്. സ്ഥലങ്ങളുടെയും സമയത്തിൻ്റെയും പുറകെ ഓടാതെ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പോയ ഒരു ട്രിപ്പാണിത്. സോ വി ആർ ഹാപ്പി.